അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഔസാ ഇമാമിൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ അയൽവാസിയായ ഒരു സ്ത്രീ ഔസാ ഇമാമിൻ്റെ ഭാര്യൻ്റെ അടുക്കലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഔസാ ഇമാമിൻ്റെ ഭാര്യ നനഞ്ഞതായ ഒരു മുസല്ല അവിടെ നിന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടത്തിൽ കുറേ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ നനഞ്ഞ മുസല്ല കണ്ടപ്പോൾ ആ അയൽവാസിയായ പെണ്ണ് ഔസാ ഇമാമിൻ്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല, ഈ മുസല്ല എന്തേ നിങ്ങൾ കഴുകുന്നത്? അതെന്തേ നനഞ്ഞത്? എൻ്റെ കുട്ടി ഇന്നലത്തെ രാത്രിയിൽ പാത്തിയതാണോ, നജസായത് കൊണ്ടാണോ കഴുകുന്നത്? അങ്ങനെയാണോ അത് നനഞ്ഞത് എന്നുള്ളൊരു ചോദ്യം സംസാരത്തിൻ്റെ ഇടയിൽ ആ സ്ത്രീ, അയൽവാസിയായ സ്ത്രീ അവിടെ നിന്ന് ഔസാ ഇമാമിൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോഴാണ് ഔസാ ഇമാമിൻ്റെ ഭാര്യ പറഞ്ഞൊരു മറുപടിയുണ്ട്, വല്ലാത്തൊരു അത്ഭുതകരമായ മറുപടിയാണ്. ഹാദാ അസ്റുദ്ദുമു ഇശ്ശൈഖി മിൻ ബുഖാഇഹി ഫീ സുജൂദിഹി. സുബ്ഹാനല്ലാഹ്, ഈ മുസല്ല നനയാനുള്ള കാരണം അത് കുട്ടികളെ പാത്തിയതൊന്നുമല്ല. എൻ്റെ ഭർത്താവായ ഷേഖ് ഔസാഇ റളിയല്ലാഹു അൻഹു ഇന്നലത്തെ രാത്രിയിൽ സുജൂദിൽ കിടന്ന് അല്ലാഹുവിനെ ഓർത്തു, അല്ലാഹുവിനെ ഭയന്ന് പേടിച്ച് കണ്ണീരൊലിപ്പിച്ച കണ്ണീരാണ് ഈ മുസല്ലയിൽ കാണുന്നത് എന്നും അവിടുത്തെ ഭാര്യ പറയുമ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെടുകയാണ്. നോക്ക്, മഹാന്മാരുടെ ജീവിതം, അവരുടെ ഇബാദത്ത് എന്തുമാത്രമുള്ള ഇബാദത്താണ്. അവർ സുജൂദിൽ നിന്ന് കരയാണ്. അവർക്കൊക്കെയും ഇത്രമാത്രം റബ്ബിനെ പേടിക്കേണ്ടതുണ്ടോ? അള്ളാഹുവിനെ ഭയന്ന് ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കേണ്ടതുണ്ടോ? അവരെന്തുമാത്രം ഇബാദത്തുള്ളവരാണ്. എന്നിട്ടും അവരെ മനസ്സിൽ പേടിയാണ്. റബ്ബ് സ്വീകരിക്കുമോ? റബ്ബ് ഇഷ്ടപ്പെടുമോ? റബ്ബിൻ്റെ ആ നരകം ഓർക്കുകയാണ്, റബ്ബിൻ്റെ ആ സ്വർഗം ഓർക്കുകയാണ്, ഖബർ ജീവിതം അവർ ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട രീതിയിൽ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ കണ്ണീര് നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം നോക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ഒരാഴ്ചയിലൊരിക്കലെങ്കിലും, അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും, അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലെങ്കിലും റബ്ബിനെ ഓർത്ത് മറ്റുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ കരുതി നാം കരയാനുണ്ട്, കണ്ണീരൊലിപ്പിക്കാനുണ്ട്, ബേജാറാകാനുണ്ട്. പക്ഷേ ആഖിറം ഓർത്ത്, എൻ്റെ മരണത്തിനെ കുറിച്ച് ഓർത്ത്, എൻ്റെ ഖബർ ജീവിതം ഓർത്ത്, ആഖിറം ജീവിതം ഓർത്ത്, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമോ, നരകത്തിലേക്ക് കടക്കേണ്ടി വരുമോ, അല്ലാഹുവിനെ ശിക്ഷിക്കുമോ, ഇങ്ങനെയൊക്കെ കരുതിയിട്ട് ഒരല്പസമയമെങ്കിലും ഇന്നുവരെ നാം കരഞ്ഞിട്ടുണ്ടോ, കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മളും കൊതിക്കുക, നമ്മളും ആഗ്രഹിക്കുക. എന്ത് അർഹതയാണ് നമ്മൾക്കുള്ളത് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ചിന്ത നോക്ക്, ഇവർക്കൊക്കെ ഇബാദത്ത് നോക്ക്, എന്തൊരു മറുപടിയാണ്. ആ നനഞ്ഞ മുസല്ല അതെന്താണ്? ഇന്നലത്തെ രാത്രിയിൽ എൻ്റെ ഭർത്താവായ ഔസാ ഇമാം റളിയല്ലാഹു അൻഹു കണ്ണീരൊലിപ്പിച്ച കണ്ണീരാണ് ആ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യമാണ് അവർക്കൊക്കെ. അവരെന്തുമാത്രം അല്ലാഹുവിനെ ആസ്വദിച്ച് ഇബാദത്തെടുത്തവരാണ്. അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.